Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൺ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഡേ ആ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണവും എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകർ എന്നെ ഇത്രയും സ്നേഹിക്കാൻ കാരണവും എല്ലാത്തിൻ്റെയും പിന്നിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ആ ഒരു എന്താ ഒരു ചാൻസ് തന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും ഇന്ന് എനിക്കും ഇവിടെ നിൽക്കാൻ പറ്റിയത്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് മറയിട്ടോ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ശ്രീനേട്ടനും ചേച്ചിയും കൂടിയാണ്. ശ്രീനേട്ടൻ എനിക്ക് ആ മഴയത്ത് മുൻപേൽ ആ ക്യാരക്ടർ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടിയത് തന്നെ. അതൊരിക്കലും ഞാൻ മറക്കില്ല. അപ്പം അതുകൊണ്ട് ശ്രീനേട്ടൻ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ശ്രീനേട്ടനോട് ചോദിച്ചു, ശ്രീനേട്ടൻ എന്താ കഴിക്കാൻ വേണ്ടത്, എന്തൊക്കെ കഴിക്കാം, ഇതെല്ലാം ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞ ശ്രീനേട്ടന് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ബിരിയാണിയെക്കാട്ടിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് കൊടുക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞ് വായിക്ക് രുചിയില്ലാത്ത സാധനം ഞാൻ എന്തായാലും കൊടുക്കുകയില്ല. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മുടെ എന്താ പറയുക നാടൻ ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എന്നാലും മസാലയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തി, അത്രേ ഉള്ളൂ. പക്ഷെ ആ മസാല നമ്മുടെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ആക്ച്വലി ഈ ബിരിയാണി എപ്പം വെക്കാനും ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ കളയണ്ട. ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു പണിയല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ ഒരു പണി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയായിരുന്നു ഇവിടെ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഉള്ളി ഉണ്ടല്ലോ വറുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് വെക്കത്തില്ല, അതായത് ഡെക്കറേറ്റ് ചെയ്യാൻ, അതായത് ബ്രിസ്റ്റ, അതായത് മുരിഞ്ഞ ഉള്ളിയാണ്. ഈ ഉള്ളി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഒന്ന് മുരിച്ച് ഒരു കണ്ടെയ്നറിലാക്കി വെക്കാമെങ്കിൽ ഇതിനുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, ബിരിയാണിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും മട്ടൻ കറിക്കാണെങ്കിലും നമ്മൾ ഇറച്ചി സംബന്ധമായ ഏത് കറിക്കാണെങ്കിലും ഈ ഉള്ളി ഇടുകയാണെങ്കിൽ വഴറ്റുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഇപ്പോൾ നമുക്ക് തക്കാളി ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ഉള്ളി വഴറ്റിയെടുക്കാനുള്ള സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്ത, ആ സമയത്ത് ഇതൊന്ന് വെള്ളം ഒട്ടും ഈർപ്പമില്ലാതെ എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് അത് വറുത്ത് വരുകയും വേണം. ഈ രണ്ട് സാധനം പ്രത്യേകം ശ്രദ്ധിക്കാമെങ്കിൽ ഈ ഉള്ളി കുപ്പിയിലിട്ട് വെച്ചാൽ ഉണ്ടല്ലോ ചീത്തയാവത്തേയില്ല. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ബിരിയാണി കുറച്ച് ഒരു നോർത്ത് ഫ്ലേവർ ആണോ എന്ന് ചോദിച്ചാൽ ആക്കാം. ഒരു മസാലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ബിരിയാണി എത്ര പോയാലും കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ഒരുപോലെ വരത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയ മസാല മാത്രം. അത് ഇപ്പം മസാലയുടെ രീതി അറിഞ്ഞാൽ മതി, കുറച്ച് കഴിയുമ്പോഴത്തേക്കത്തേക്ക് ഞാൻ പറയാം അത് എങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ അളവ് മസാലയുടെ. ഇന്ന് ഞാൻ എടുക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ മസാലയുടെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ മസാലയുടെ അളവാണ്. കുറച്ച് മല്ലി വേണം, പിന്നെ വേണ്ടിയത് നമ്മുടെ ജീരകമില്ലേ, സാദാ ജീരകം, അത്. പിന്നെ വേണ്ടത് ഇത് കുറച്ച് ഷാജീരകമാണ്, അതായത് നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന ജീരകമാണ് ഇത്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്ക, പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് വറ്റൽ മുളക്. ഇത് എരിവുള്ളത് എടുത്തോ, അതല്ല എരിവ് അത്രയും വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് കാശ്മീരി എടുത്താലും മതി. പിന്നെ ഉള്ളത് പട്ടയുടെ ഇല, ഗ്രാമ്പൂ, ഇത് ജാതിക്കായുണ്ട്, ജാതിപത്രിയുണ്ട്, പിന്നെ കുറച്ച് കസൂരി മേത്തി. ഇത് തന്നെയാണ് നമ്മൾ മസാലയ്ക്ക് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മസാലയ്ക്ക് വരുന്നത്. ഇനിയിപ്പം ഇതിനകത്ത് എക്സ്ട്രാ നമ്മുടെ സാധാ നാടൻ മസാലയെക്കാട്ടിലും ഒരു വ്യത്യാസം വരുന്നത് കസൂരി മേത്തിയും ഷാജീരകവും കൂടി ഇതിനകത്ത് അരയ്ക്കും. പക്ഷെ ചിലവർ ഷാജീരകം അരയ്ക്കുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും, ഇന്നത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചു വെക്കാമെങ്കിൽ ഇത് ചീത്തയാവാതെ കുറേ നാളിരിക്കും. പക്ഷെ ബിരിയാണി മസാല ഇതിപ്പോൾ ഒരു അളവിനെടുത്തല്ലേ നമുക്ക് പൊടിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്നാ പറയുക ഇച്ചിരി ഇച്ചിരി വീതം എടുക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ അളവൊന്ന് തെറ്റിപ്പോവും. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന അളവിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 പ്രാവശ്യം വെക്കാനുള്ള ബിരിയാണിയുടെ മസാല ഈ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പൊടിച്ച് വെച്ചാൽ മതി.
പിന്നെ മസാല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എടുത്തങ്ങ് പൊടിച്ചു വെക്കുന്നതിനേക്കാട്ടിലും നല്ലത് അപ്പം എടുക്കുന്നതാണെന്നുള്ളതും ഞാൻ പറയാം. പിന്നെ അപ്പം എടുക്കുമ്പോഴാണ് അതിൻ്റെ മണം ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. അല്ലെങ്കിൽ ആ ഫ്ലേവർ ഇരുന്ന് അതിൻ്റെ മണം പോവുകയെന്ന് പറയല്ലേ, അത് സംഭവിക്കും. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പൊടിക്കണ്ട. ഇപ്പം ഞാനെടുത്ത ഈ അളവിനും പൊടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൻ്റെ നേർപകുതി എടുത്താലും മതി. അപ്പം മാക്സിമം 1 or 2 ബിരിയാണി വെക്കാനുള്ള മസാലയെ കിട്ടത്തുള്ളൂ. നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ആണെങ്കിലുണ്ടല്ലോ അധികം വേണ്ട, എന്താ പറയുക, അധികമായിട്ട് മൂപ്പിക്കേണ്ട. അതാണ്ട് ഇപ്പം ഇത് തന്നെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. അത് മതി. ഒരുപാട് അങ്ങ് മുരിഞ്ഞാൽ ചിലപ്പോൾ ആ ചെറു ജീരകമൊക്കെ ഉണ്ടല്ലോ അങ്ങ് മൂത്തുപോകും. അപ്പം ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടെന്ന് മൂത്ത് വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഒരുപാട് തണുക്കാൻ നിൽക്കരുത്. ആ ചൂടോടെ പൊടിക്കുവാണെങ്കിൽ നമുക്ക് വറ്റൽമുളക് എല്ലാം നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു പട്ടയുടെ ഇലയുണ്ട്, അത് ഒരുപാട് എടുത്ത് ഇടരുത്. വലിയ ഇലയൊക്കെ ആണെങ്കിൽ അര ഇടാവുള്ളൂ. ഞാൻ ഇടപെടേണ്ട ഈ അര ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നോക്കി വെച്ചിടണേ. ഇതിലൊക്കെ ഒരു കുത്തലുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ആക്ച്വലി ഏതൊരു മസാല നമ്മൾ പൊടിക്കുമ്പം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തോണം. എന്നാലേ ഉപ്പിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മാറത്തുള്ളൂ, മസാല ഇരിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ മസാല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാലയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒത്തിരി പൊടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ അങ്ങനെ പോട്ടെ, സ്റ്റോറിങ് വിട്ടേക്കും, നമ്മുടെ ഇഷ്ടം. ഒത്തിരി പൊടിയാനാണെങ്കിൽ ഇപ്പോൾ ഫൈൻ പൗഡർ ആക്കാം. അതല്ല, ക്രഷ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ തരിതരിപ്പ് കിട്ടാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. തരിതരിപ്പോട് കൂടി എടുക്കുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്താ അറിയോ, നമുക്ക് ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് പൗഡറാക്കി എടുത്തേച്ചാൽ അതിൻ്റെ മണം നല്ലോണം നിൽക്കും. അതുമാത്രം ചിലർക്ക് ഇങ്ങനെ എന്താ പറയുക, ക്രഷിനെക്കാട്ടും കുറച്ചുകൂടെ പൊടിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു എന്നാ പറയുക, ഒരു തരിതരിപ്പുള്ളത് ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് പൗഡറാക്കി എടുത്തേക്കുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എളുപ്പ വഴിയാണ്. ഞാൻ ഉള്ളി വഴറ്റാനോ ഇനിയിപ്പോൾ തക്കാളി ചേർക്കോ അങ്ങനെ ഒന്നുമില്ല. എളുപ്പ വഴിയിൽ നമുക്ക് സമയമില്ലെങ്കിലോ ഒക്കെ എളുപ്പ വഴിയിൽ ഒരു നല്ല ബിരിയാണി എങ്ങനെ ചെയ്യാൻ പറ്റും, അതാ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചേർക്കാനുള്ള സാധനങ്ങൾ ചേർക്കാം. ഇവിടെ ഞാൻ ചിക്കൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇതൊരു വലിയൊരു കോഴിയാണ്. അതിനെ ചിക്കൻ ബിരിയാണിക്കുള്ള കഷ്ണമായിട്ടല്ല ഞാൻ മുറിച്ച്, കുറച്ച് സാധാ നമ്മുടെ കറി പീസിൽ നിന്ന് ഒരു ഇച്ചിരി മുഴുത്തതാണ്. സാധാരണ ഗതിയിൽ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനത്തെ കഷ്ണങ്ങളാണ് കൂടുതൽ എടുക്കുക. എന്നാന്നറിയാവോ, മുഴുത്ത കഷ്ണം എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനത്തെ കഷ്ണമാണ്. ഇനി ഇതിനകത്തോട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ തുടങ്ങാം. നമ്മുടെ പൊടിയിൽ മസാലയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോട്ടെ. മസാല മൂപ്പിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഉപ്പിടണമെന്നുള്ളവർക്ക് മസാല മൂപ്പിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് വേണം പൊടിക്കാൻ. ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മാറ്റി വെച്ച് വേണം സ്റ്റോർ ചെയ്യാൻ. ഇച്ചിരി ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് 1 കിലോ കോഴിയാണെങ്കിൽ അറിയാലോ, ഒരു 1.5 വീതമാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് 2 ടീസ്പൂണേ ഇടത്തുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഇത് നമ്മുടെ മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പിന്നെ പച്ചമുളക് നമുക്കൊരു 1 കിലോ കോഴിയാണെങ്കിൽ ഒരു 8 പച്ചമുളക് എടുത്തോ. ഇത് ചതച്ചതാണേ. ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര്, ഒരു അരമുറി നാരങ്ങയുടെ മതി. ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ. സാധാരണ തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു മസാല, അതായത് ഗരം മസാല മാത്രമേ ചേർക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആ പരിപാടിയേ ഇല്ല. ഇനി ഞാൻ പറഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട്. ഇനി വേണ്ടിയത് കുറച്ച് തൈര്. നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, പുളി അത് നോക്കിയിട്ട് വേണേ. ഒരു 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്തു.
ഇനി നമ്മൾ ബിരിയാണി മസാല ഇടാൻ പോകുന്നത്. അത് ആദ്യം ഇപ്പോൾ ഒരു കിലോ കോഴിയാണെങ്കിൽ 2 ടീസ്പൂൺ കണക്കാക്കി വെച്ചോളൂ. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലേവർ അനുസരിച്ച് കൂടുതലും കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇടാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടീസ്പൂൺ അളവല്ല, ടീസ്പൂൺ അല്ല എടുത്തേക്കുന്നത്, പക്ഷെ ഇടുമ്പോൾ ടീസ്പൂൺ എടുത്താൽ മതി. 1 ടീസ്പൂൺ. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം, ഇത് വെള്ളമല്ല, ഇത് ശരിക്കും ഞാൻ ഉള്ളി വറുത്ത എണ്ണയാണ്. അപ്പം അതൊരു ഇച്ചിരി ഒഴിക്കണേ. റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ അല്ല, റിഫൈൻഡ് ഓയിൽ. ഇനി ഇതിനകത്തോട്ട് വേണ്ടിയത് കുറച്ച് നെയ്യ്. ബിരിയാണി ബേസിക്കലി ഹെവി ആണ്, പക്ഷെ എന്നാലും എപ്പോഴും കഴിക്കാൻ കൊള്ളുകയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇപ്പം ഇതെന്ത് ചെയ്യാൻ പോവാ, ഈ കംപ്ലീറ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മളതിനെ വേഗം വയ്ക്കും. മസാല എല്ലാം നമ്മുടെ ചിക്കനേൽ തേച്ച് പിടിപ്പിച്ചു. ഇപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് മസാല ഇല്ല, ഞാൻ ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ നമുക്കറിയാലോ തലശ്ശേരി ബിരിയാണിയിൽ ഗരം മസാല മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് ഒരു ദിവസം ഇവിടെ തലശ്ശേരി ബിരിയാണി വെക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് വഴറ്റാനോ പിടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണ ഊറും. ഒന്നാമത്തെ കാര്യം നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്, നെയ്യും ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇതിൽ കിടന്ന് വേണം ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് വേവാൻ. വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവല്ല, പക്ഷെ ഒന്ന് പെരണ്ട് ആ മസാല എത്ര ചോറിനകത്തും കൂടെ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ചാറല്ല, കൊഴുത്ത ഒരു സാധനമല്ലേ, അങ്ങനത്തെ ഒരു പരുവത്തിന് വേണം നമുക്ക് ചിക്കൻ ആക്കിയെടുക്കാൻ. ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചേച്ചാൽ അതിനെ അങ്ങ് വിട്ടു കൊടുത്തേക്കാം. നല്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ചിക്കനും വലിയ വേവില്ല, മട്ടൺ ബീഫോ ഒന്നും പോലെ ഒത്തിരി വേവില്ലല്ലോ. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം, നല്ല തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അരിയുടെ ആണ്. അരിയൊക്കെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ഉണ്ട് റൈസ് കുക്കേഴ്സ്. അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്കിന്ന് റൈസ് കുക്കറിൽ തന്നെ അരി ചെയ്യാം. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ബിരിയാണി റൈസ് അല്ലാതെ നമ്മുടെ എല്ലാ തരം അരികളും ഇതിനകത്ത് വേവും. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇനി നമ്മുടെ അരി ചേർക്കാവേ. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്ക് ബിരിയാണി അരിയിൽ നമ്മൾ എന്തൊക്കെ ഇടുക, ബസ്മതി റൈസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ജീരകം, സാധാ ജീരകമല്ല, കുറച്ച് ഷാജീരകം. ഇതിൻ്റെ അതായത് ബിരിയാണിയുടെ ചോറിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. ഒരു 2-3 ഏലക്കായിട്ട്, ഇപ്പോൾ പിന്നെ ഒരു 2-3 പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, ഒരു ജാതിപത്രി, ഒരു പൂ നല്ലതായിട്ടിടാം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു മണമൊക്കെ വരണ്ടേ. റൈസ് കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേറെ മെനക്കെട്ട പരിപാടികളൊന്നുമില്ല, പക്ഷെ എന്നാലും അറ്റ് ദ സെയിം ടൈം രണ്ടും ആവും. ചിക്കനും വേവണം, അരിയും വേവണം. ഇപ്പം അരി വറുത്ത് കഴിഞ്ഞു, ഇനി അത് നികത്തി അതിനുള്ള ഒരു വെള്ളവും കൂടെ ചേർക്കാമെങ്കിൽ അരിയും കൂടെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദം ചെയ്യാം. നമ്മൾ ആ ചിക്കൻ നോക്കിയേ ഒത്തിരി അങ്ങ് ഒരു റോസ്റ്റ് പരുവം, ആ പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എക്സ്ട്രാ എണ്ണയോ വഴട്ടാനോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്ന് നമ്മൾ നേരത്തെ ചേർത്ത അതേ സാധനം തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ അധികം പണിയൊന്നുമില്ല. ഞാൻ ഈ റൈസ് കുക്കറിൽ തന്നെ അത് ദം ചെയ്യാൻ പോവാ. അപ്പോൾ എപ്പോഴും ചൂടായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ബിരിയാണി മസാല ഇല്ലേ, അത് മസാല ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മളത് ഓഫ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ എൻഹാൻസിങ് ആയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പൊടി ഒരു ഇച്ചിരിയും കൂടി ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഇട്ടേച്ച് ഒന്ന് ഇളക്കുക, ഓഫ് ചെയ്യുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇത് കുറച്ച് മല്ലിയില, പുതിന ഇലയും കൂടെ മിക്സാണ്. ഇനി കുറച്ച് ഞാൻ വെച്ചേക്കാം. ഏതാണെന്നറിയോ, നമുക്ക് കുറച്ച് ദം ചെയ്യുമ്പോഴത്തേന് വേണ്ടേ, അതിനാണ്. റൈസ് കുക്കറിൻ്റെ 2 പാത്രം, ഒരു പാത്രത്തിനകത്ത് നമ്മൾ ചോറ് വേവിച്ചു. നെക്സ്റ്റ് നമ്മൾ ആ റൈസ് കുക്കറിനകത്തോട്ട് വെച്ചേക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ദം ചെയ്യാൻ പോകുന്ന ആദ്യം ഒരു ഇച്ചിരി നെയ്യാ ഒഴിക്കണ്ടേ, പക്ഷെ ഇതിനകത്ത് തന്നെ കുറച്ച് എണ്ണയുണ്ട്. ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളത് കാണുമ്പോൾ അയ്യേന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്കത് തോന്നത്തില്ല. കാര്യം എന്നാണെന്നറിയോ, ഇതും ആ മസാലയല്ലേ, എന്നെ തന്നെ വെറുതെ കളയുന്നത്. ഒരു ഫ്ലേവർ വരുന്നേക്കാട്ടിലും മേളിൽ എന്നിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ചേർക്കാവേ. ഒരു ഇച്ചിരി ചോറ് ഇട്ടേച്ച് ബാക്കി ഇതിടാം.
നെക്സ്റ്റ് കുറച്ച് ചോറ്. ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിരിക്കും. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒരുപാട് ഇട്ടില്ല. ഒരു 2 ഡ്രോപ്പ് നെയ്യ് ഒഴിക്കുവാന്നേ. ആക്ച്വലി ഈ ചിക്കൻ ദമ്മിടാനും അങ്ങനെയൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വേണ്ടേ പറഞ്ഞു കൊടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ചോറ്, ഓക്കെ. ഇനി ഇതിൻ്റെ മേളിൽ ബാക്കി വറുത്ത് വെച്ച ഉള്ളി, നട്ട്സ്, ഇത് മുന്തിരിങ്ങ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇടാം. ഇതിപ്പോൾ ഞാൻ അധികം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി വരുന്ന എണ്ണ, ഇപ്പം നമുക്ക് നെയ്യ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉപയോഗിച്ചില്ലേ ഏതാ ഉള്ളി വറുത്ത എണ്ണ, അത് ഇച്ചിരി ഒഴിച്ചാലും മതി. റൈസ് കുക്കറിൽ വെച്ചാലുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ, അടി പിടിക്കുകയില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ കഴിയുന്നതും റൈസ് കുക്കറിൽ ചെയ്യുന്നത് നല്ല. ഇതൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്കറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ എന്നാ ചെയ്തു, അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒരു ചരുവത്തിൽ ദമ്മിട്ട് അങ്ങനെ എടുക്കാനാ. അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഇതിനും ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒറ്റ ഇതെന്നാന്നറിയാം, ബിരിയാണി ആണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ഭയങ്കര ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അത് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് ഗ്യാരണ്ടിയാണ്. ഇനി വീട് വൃത്തിയാക്കിക്കോട്ടെ. അത് മാത്രമല്ല, ശ്രീനേട്ടൻ വരാൻ സമയമായി. ഒത്തിരി വർത്താനം പറയാനുണ്ട് ശ്രീനേട്ടനോട്. ശ്രീനേട്ടാ നമസ്തേ. നമസ്തേ ചേച്ചി. നമസ്തേ. എന്നാണ്ട് വിശേഷം? മഴയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? മഴ എത്തും മുൻപേ എന്തെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചാലോ? നോക്കാം. ഞാൻ എന്റെ പ്രേക്ഷകരോട് എന്നാ പറഞ്ഞതെന്നറിയോ ശ്രീനേട്ടന്? ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ശ്രീനേട്ടനോട് വർത്താനം പറയാൻ പറ്റി, പ്രേക്ഷകരുടെ ഇടയിൽ ഒരു എന്താ പറയുക സ്ഥാനം നേടാൻ പറ്റി, അവരുടെ ഒരു ഇഷ്ടം നേടാൻ പറ്റിയത് ശ്രീനേട്ടൻ എന്ന് പറഞ്ഞൊരൊറ്റ വ്യക്തി കാരണം. എന്താ അറിയോ, എനിക്കൊരു സിനിമ എഴുതി തന്നില്ലേ മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞിട്ട്, അതിനകത്തെ ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം നിശ്ചയല്ലേ ഞാനത് ചെയ്തത്. പക്ഷെ എന്ത് നല്ല ക്യാരക്ടർ ആയിരുന്നു അറിയാം ശ്രീനേട്ടാ. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടോ ശ്രീനേട്ടൻ? പ്രായം കഴിഞ്ഞു പോയി തോന്നുന്നു. ആര് പറഞ്ഞു ശ്രീനേട്ടാ? ആര് പറഞ്ഞു? എനിക്ക് കുറച്ച് അവസ്ഥയുണ്ട്. ഒന്നുമില്ല, അത് ശ്രീനേട്ടന് തോന്നുന്നല്ലേ. ചില അസുഖങ്ങള് ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് സാരമില്ല, ചേച്ചി ഹെൽപ്പ് ചെയ്യും. ശ്രീനേട്ടന്റെ കഴിവ് കളയരുത്. ശ്രീനേട്ടനെ പോലെ കഴിവ് ആർക്കാ ഉള്ളത്? പറ്റോ? ഇല്ലല്ലോ. ശ്രീനേട്ടൻ എഴുതാൻ പറ്റും. ഹ്യൂമർ സെൻസ് എന്ത് നല്ല ആയിട്ടുള്ള ഒരാളാന്നറിയോ. പിന്നെ ശ്രീനേട്ടന് വയ്യ എന്ന് പറഞ്ഞ് ശ്രീനേട്ടൻ ഇരിക്കേ വേണ്ട. അതുകൊണ്ട് ശ്രീനേട്ടൻ എഴുതാം. പക്ഷെ ഷാജി കൈലാസിന്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കുന്ന ഉറപ്പ്. പിന്നെന്ത്, അത് ഞാൻ പറയണ്ടല്ലോ. ശ്രീനേട്ടൻ വിളിച്ചിട്ട് ഷാജി ഞാൻ അഭിനയിക്കണു എന്ന് പറഞ്ഞാ പോരെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പണ്ട്. അതെ. അപ്പൊ ഞാൻ ഇപ്പൊ പോകുമ്പോ ഞാൻ പറയട്ടെ അദ്ദേഹത്തോട്. ഞാൻ പറഞ്ഞു ഷാജി കൂടുതലും ഈ ആക്ഷൻ സിനിമയാണ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജിമ്മിലൊക്കെ പോയി കുറെ ആക്ഷനൊക്കെ പഠിച്ച് ചെയ്യാം. കുംഫു അതൊക്കെ പഠിച്ച്. അപ്പൊ ഉറപ്പിച്ചോ? ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്ത് കുംഫു എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏട്ടനോട് പറയാം. പക്ഷെ ശരിയോടെ ചെയ്യണം.
അതെ അതെ വാക്കാണ്. ഓക്കെ ഓക്കെ ആ, ഓക്കെ അപ്പൊ പിന്നെ ഉറപ്പിച്ച്. അപ്പൊ അടുത്ത പടത്തിലാണ്. ആ, വാക്ക് പറഞ്ഞ വാക്കാണ്. ഓക്കെ 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 ഓക്കെ. ആക്ച്വലി ശ്രീനേട്ടന് എപ്പോഴും ചുറ്റും ആൾക്കാരും ഒക്കെ ആയിട്ട് ഇരിക്കാനാണോ ചേച്ചി ഏറ്റവും ഇഷ്ടം? സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അല്ലാതെ? സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഒറ്റക്കല്ലേ ഇരിക്കുക. അല്ല, ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സറൗണ്ടിങ്സ് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയും ഉണ്ടാവും, ഒറ്റക്കും ഉണ്ടാവും. ഒറ്റക്കിരിക്കാനും എല്ലാം ഇഷ്ടം. ഒറ്റക്കിരിക്കുമ്പോ ഈ സ്ക്രിപ്റ്റ് ആലോചന എപ്പോഴും ആണാ? അത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ ഇപ്പൊ പുതിയ സ്ക്രിപ്റ്റിന് വല്ല ആലോചിക്കുന്നുണ്ടോ? കഥകൾ ആലോചിക്കുന്നുണ്ടോ? കഥകളൊക്കെ ആലോചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ചിലത് പാതി വഴിക്ക് ഉപേക്ഷിക്കും, പിന്നെ പുതിയത് ആലോചിക്കും. അങ്ങനെ ശരിക്കുള്ള റൂട്ട് ശരിയായിട്ടില്ല. നല്ലൊരു ഡീപ്പ് ഫാമിലി മൂവിന്റെ സ്ക്രിപ്റ്റ് എഴുതി ശ്രീനേട്ടാ. അത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇതിനേട്ടന് സ്ക്രിപ്റ്റ് ആലോചന ഉള്ള സമയത്ത് സ്മോക്ക് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്യുമ്പം ആലോചന കുറയും. അത് ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഇപ്പം വിനീത് ഉടനൊന്നും ചെയ്തിട്ടല്ലോ. അതെ, പക്ഷേ അതൊരു അത് ശീലമായപ്പോ അതെന്ത് പോയപ്പോ അതുകൊണ്ടാണ് ആലോചന വരുമ്പം ഇങ്ങനെ. അതിന് സെക്കൻഡ് ഓപ്ഷൻ എന്നതേലും കാണാൻ പറ്റത്തില്ലേ ശ്രീനേട്ട? എന്ന് പറഞ്ഞാല് ശ്രീനേട്ടന്റെ കഴിവ് കളയുമ്പോ ഞങ്ങള് പ്രേക്ഷകർക്ക് എന്നാ വിഷമാന്നറിയാവോ? ശ്രീനേട്ടൻ ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഒക്കെ പ്രേക്ഷകർ എത്ര നാളായിട്ട് വെയിറ്റിംഗാ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാ. കാര്യം പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ്. ശ്രീനേട്ട, വിനീതിനെയാണോ ധ്യാനിനെയാണോ ഏറ്റവും ഇഷ്ടം? രണ്ടു മക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം നമുക്ക് പറയാൻ പറ്റും. ചട്ടമ്പി ആരാണ്? ധ്യാനാണോ വിനീതാണോ? ചട്ടമ്പി ആരാ? കുറുമ്പ് കാണിക്കുന്ന ആരാ? ഏട്ടൻ്റെ അടുത്ത് രണ്ടാളും ഒരുപോലെ ആടാ. വിനീതിന് ഇതിനോട്ട് വരാൻ ഇഷ്ടമായിരുന്നോ ചേച്ചി ആദ്യമേ ഫിലിമിലേക്ക് വരാനൊക്കെ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് ശരി. വിനീത് ഉട്ടൻ ആദ്യം കിരൺ ടിവിയിൽ എന്തോ ഇന്റർവ്യൂല് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ വീട്ടിൽ പറഞ്ഞില്ല? ഇല്ല, അങ്ങനെ ധ്യാനൂട്ടനും പറഞ്ഞൊന്നുമില്ലല്ലോ. അവൻ പക്ഷേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതാണ് കാരണം. ഷോർട്ട് ഫിലിം ചെയ്തത് വിനീതുട്ടൻ കണ്ടു. വിനീതുട്ടന്റെ ഡയറക്ഷനിൽ കൂടിയല്ലേ ധ്യാനൂട്ടൻ വന്നത്. അപ്പോ അത് എടുക്കണമെങ്കിൽ വിനീതുട്ടൻ അങ്ങനെയൊന്നും എടുക്കൂല. അപ്പോ ഇവന്റെ ലാപ്ടോപ്പ് നോക്കുമ്പോ ഇവൻ ചെയ്ത ഷോർട്ട് ഫിലിം എല്ലാം കണ്ടിട്ട് ഇവന് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തതാ. അതൊന്നും എനിക്കറിയായിരുന്നു, ഏട്ടൻ അതൊന്നും അറിയുന്നില്ല. എന്നോട് വിനീതുട്ടൻ പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അച്ഛനോട് വന്നാലുള്ള സിനിമ മുഴുവനാ പറയാ. സിനിമയാന്ന് എല്ലാരെയും സബ്ജക്ട് വീട്ടില്. അതാണല്ലോ അല്ലേ? കറക്റ്റ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങള് അമ്മ ധ്യാന് നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നത് ധ്യാനിനെ എടുത്താലോ, അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയും. അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ വിനീത് അച്ഛനോടാ പറയുന്നത്. അപ്പോൾ നല്ലതോ മോനെന്ന് ഞാൻ ചോദിക്കും, അമ്മേ നന്നായിട്ടുണ്ടമ്മേ, ഞാനങ്ങനെ വിചാരിക്കുന്നതെന്നല്ല. അങ്ങനെയാണ്. അതൊന്നും അച്ഛൻ അറിയുന്നില്ല, ഇവൻ ധ്യാനോട്ടം വരുന്നതൊന്നും. അപ്പം വിനീതുട്ടൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം ശ്രീനേട്ടൻ അറിയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞപ്പോ ശ്രീനേട്ടൻ എന്താ പറഞ്ഞേ? ഇവൻ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞോ? അത് നല്ലതാകുമ്പോ നല്ലത് തന്നെ പറയും. പിന്നെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ ആരതായാലും മുഖത്ത് നോക്കി പറയൂ. അത് ശ്രീനേട്ട പണ്ട് മുതലേ അങ്ങനെയാണല്ലോ അല്ലെ? ശ്രീനേട്ട ആരടുത്ത് എന്ത് പറയണെങ്കിലും അപ്പം മുഖത്ത് നോക്കി പറഞ്ഞു മക്കളുടെ അടുത്തും പറയൂ. അപ്പോ വിനീതുട്ടൻ ഫസ്റ്റില് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഏട്ടൻ ഫസ്റ്റിൽ വായിച്ചിട്ട് വിനീതുട്ടൻ ഭയങ്കര വിഷമായി പോയിരുന്നു. നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് കൊള്ളൂല്ല എന്നങ്ങ് പറഞ്ഞു. അന്ന് ചെറുതായിരുന്നു വിനീതുട്ടൻ. അന്ന് 23 അത്രയേറെ വയസ്സേ ഉള്ളൂ, ചെറിയ പ്രായമല്ലേ. അപ്പോ ചേട്ടൻ അങ്ങനെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. കൊള്ളത്തില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞു. അയ്യോ, തകർന്നു പോയി. ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോ വിളിച്ചു തന്നെ എന്നോട് പറഞ്ഞ് അത് ഞാൻ എഴുതിയതുപോലെ തന്നെയാണ് കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ
ഇഷ്ടമാണ്. പക്ഷെ ഇനി എന്നോട് ഈ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അത് പിന്നെ ആലോചിച്ചോക്കോ ചേച്ചി, എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അതെ, കാര്യമില്ല, അതിന്റെ വഴിക്ക് തന്നെ വിടുന്ന നല്ലതെന്ന് പറഞ്ഞു. അതേ സിനിമയായിരുന്നു അപ്പൊ ചേച്ചി? ഞാൻ പറഞ്ഞു ഫസ്റ്റിലേത് വിനീതുട്ടൻ മറ്റേ മലർവാടി മലർവാടി ദിലീപ് പ്രൊഡ്യൂസർ. അതാണോ ശ്രീനേട്ടൻ വേണ്ട കൊള്ളൂല എന്ന് പറഞ്ഞ? ഫസ്റ്റില് അപ്പോ അതന്ന് എഴുതിയ രൂപത്തിലല്ലോ പടം വന്നത്. എഴുതിയതല്ലേ പടം വന്നേ? മാറ്റിയല്ലേ? അതെ, മാറ്റി 6 പ്രാവശ്യം മറ്റേ സ്ക്രിപ്റ്റ് മാറ്റി മാറ്റി എഴുതി. പിന്നീട് പറഞ്ഞു കൊടുത്തു. നടത്തി. ഒരുപാട് പ്രാവശ്യം എഴുതി ഒരു. അപ്പൊ ഈ കറക്ഷൻ ചെയ്യുമ്പോഴൊക്കെ ശ്രീനേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചോ? ഇല്ല ഇല്ല, ഞാൻ പിന്നീട് വീട്ടിൽ വന്നപ്പോ ഞാൻ മാറ്റി എഴുതാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ കൂടെ ഞാനും ഇരുന്നു. ശ്രീനേട്ടൻ കറക്ഷൻ ഇരുന്നു കൂടെ. എന്റെ വൺലൈൻ ഉണ്ടാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു. വെരി ഗുഡ്. ഞാനുണ്ടാക്കിയ വൺലൈനാണ് പിന്നെ അത് സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ മാറ്റി എഴുതിയത്. മതി പക്ഷെ എഴുതിയതില് പണ്ടുള്ള സ്ക്രിപ്റ്റിനേക്കാൾ നല്ല ഡയലോഗുകളും അതൊക്കെ അവന്റെ തന്നെ പരിശ്രമമാണ്. എല്ലാം കുറെ കൂടെ ഡെപ്തുള്ള സംഗതികളൊക്കെ അതിൽ വന്നു. അപ്പൊ ശ്രീനേട്ടൻ കോൺഫിഡന്റ് ആയി. തകർത്തു. സത്യം, ഈ ഒരു തീം മതി ശ്രീനേട്ട രണ്ടാമത് ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതാൻ. വിനീതിനെ കൂടെ ഇരുത്തിയാ പോരെ? ഒരു ലൈൻ പറഞ്ഞു കൊടുത്താ പോരെ? ത്രെഡ് പറഞ്ഞു കൊടുത്താ പോരെ? ശ്രീനേട്ടൻ എഴുതാൻ പറ്റും. ശ്രീനേട്ടൻ ഇതേപോലെ ത്രെഡ് പറഞ്ഞു കൊടുക്കണം. വിനീതിനെ കൊണ്ട് നമുക്ക് എഴുതിപ്പിക്കാം. അങ്ങനെ നടക്കും. ശ്രീനേട്ടൻ നടന്നേക്കുന്നല്ല, നടക്കും. ഒരു ഉഗ്ര സ്ക്രിപ്റ്റ് എഴുതി ശ്രീനേട്ട. ധ്യാനിന്റെ എന്നാ പറഞ്ഞു? ധ്യാന്റെ ഫസ്റ്റ് ഫിലിമില് ധ്യാനും ഡയറക്ഷൻ ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് ഉണ്ട്. അത് കറക്ഷൻ ഒന്നും വരുകയില്ല. ഇല്ല ഇല്ല, ധ്യാൻ അപ്പനോട് വന്ന് ചോദിച്ചൊന്നും ചോദിക്കൂല. അപ്പൊ മൂത്ത മോനായിരുന്നു, നല്ല കൊച്ച്. അപ്പനോട് വന്ന് ചോദിച്ചേച്ചി അപ്പന്റെ അഭിപ്രായമൊക്കെ ചോദിച്ചാ ചെയ്തേ. ധ്യാൻ എന്നാ ചെയ്ത് ചേച്ചി? ഫസ്റ്റിൽ ശ്രീനേട്ടനോട് ഒന്ന് പറഞ്ഞോ? ലവ് ആക്ഷൻ ഡ്രാമേന്റെ സ്ക്രിപ്റ്റ് അവൻ തന്നെയല്ലേ എഴുതിയത്. അതെ. അപ്പൊ ഓരോ പ്രാവശ്യം അച്ഛനോടൊന്ന് ചോദിക്കും മോനെ, അച്ഛനെ കാണിച്ചു കൊടുക്കും മോനെ, കാണിക്കാന്ന് പറയും. കാണിക്കാന്നേ പറയൂ, പക്ഷെ കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല. ധ്യാന്റെ പടത്തിൽ അഭിനയിച്ചപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ? എക്സ്പീരിയൻസ് എനിക്ക് കുറച്ച് അത്ഭുതം തോന്നി. എനിക്ക് ഇവന് ഇതുപോലെ ഷോട്ടുകളെ കുറിച്ചൊക്കെ അറിവുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഭേദപ്പെട്ടപ്പോ ആ കുറെ കാര്യങ്ങൾ പിന്നെ ഇവളുടെ ബ്രദറിന്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ഒരു ആംഗളെ ഉണ്ട് എന്നല്ലേ ചെന്നൈയില്, മോഹൻ പറഞ്ഞിട്ട്. നാട്ടിൽ തന്നെ, നാട്ടിലാണ്. ഓക്കെ. അവനാണ് കുറെ പടങ്ങൾ ചെയ്തല്ലോ മോഹൻ. കഥ പറയുമ്പോഴൊക്കെ അവനാ ചെയ്തത്. ശരി, ഓക്കെ. അപ്പൊ ചെയ്ത് അഭിനയിച്ചപ്പോ ഷോർട്സ് എല്ലാം കണ്ടപ്പോ ശ്രീനേട്ടന് കോൺഫിഡൻസ് ആയി. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു ഓക്കെ. വിനീതിന്റെ പടത്തിൽ അഭിനയിച്ചോ ശ്രീനേട്ടൻ? ഇല്ല, വിനീതിന്റെ ചെയ്തില്ല അല്ലേ? ഓക്കെ. അപ്പൊ വിനീതിന്റെ പടം ചെയ്യണ്ടേ ഇനി? ശ്രീനേട്ടാ ഇപ്പം ശ്രീനേട്ടൻ ആ കൃഷി സ്ഥലത്തൊക്കെ ഇറങ്ങി നടക്കാറില്ലേ, കാണാറില്ലേ ആ സ്ഥലമൊക്കെ? വീടിന്റെ പുറകില് കുറെ സ്ഥലങ്ങള് പല ആൾക്കാരുടെയാണ്. പക്ഷെ അവിടെ ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കള് അതിന്റെ കൂടെ നമ്മളും ചേരും. ശ്രീനേട്ടൻ എങ്ങനെ ഇത് ഒരു കൃഷി തുടങ്ങാം എന്നുള്ളത് തോന്നിയത് മനസ്സിൽ? അത് പിന്നെ ഇതിന്റെ ജൈവ കൃഷിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ അത് ചെയ്യണം നമുക്ക് തോന്നി. അങ്ങനത്തെ കുറെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ആണ് അത്. ഞാൻ സ്വയം വന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാർ നമ്മുടെ കൂടുതലുണ്ടായപ്പോൾ അവർ തന്ന
ഇവരുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ ചേച്ചി, വീട്ടിൽ പറഞ്ഞിരുന്നു? വീട്ടിൽ പറഞ്ഞായിരുന്നോ നേരത്തെ? വീട്ടിൽ എനിക്കൊക്കെ അറിയാം. ശ്രീനേട്ടൻ ശ്രീനേട്ടന് കുറച്ച് വൈകിട്ടേ അതെല്ലാം അറിഞ്ഞിട്ട്. എന്നാ പറഞ്ഞു? ഓക്കെ പറഞ്ഞു. അത് രണ്ടാളും വിനീതൂട്ടൻ ഡയറക്റ്റ് പിന്നെ ശ്രീനേട്ടനെ വിളിച്ച് പറയുക. ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്തോ പ്രോഗ്രാമിനോ മറ്റോ പോകുമ്പോ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഇഷ്ടമുണ്ട് ഒരു പെൺകുട്ടിയോട്, എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. അച്ഛൻ വളരെ കൂളായിട്ടാ അത് കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊന്നും പിന്നെ പറഞ്ഞേ, അത് സ്വാഭാവികമല്ലേ എന്ന് ഞാൻ ചോദിച്ച് ആദ്യം ടി വിയിലൊക്കെ പറഞ്ഞ. അപ്പൊ ഞാൻ അന്നൊരു ദിവസം ഫ്ലാറ്റിൽ വന്ന പെൺകുട്ടിയല്ലേന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഞെട്ടിപ്പോയി. അതെങ്ങനെ അന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശ്രീനേട്ടൻ എന്താ തോന്നിയേ? സംശയം തോന്നിയേ? ഞാൻ പറഞ്ഞു ഇംഗ്ലീഷില് ഒരു പഴഞ്ചൊല്ല് ഞാൻ അതിന് മുമ്പ് വായിച്ചിരുന്നു. ബോയ്സ് ഇൻ ലവ് ഈസ് റിഡിക്കുലസ് ടു വാച്ച്. ഞാൻ ആ പ്രോവേർബ് കാണാതെ പഠിക്കാം. എനിക്ക് 3 ആൺകൊച്ചുകളല്ലേ, പഠിച്ചേക്കാം. Men in love is ridiculous to watch. Okay. അതായത് ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കണ്ട. അവൾ വന്നപ്പോ ഇവനെ നോക്കിയപ്പോ പിന്നെ ഇതിന്റെ മുഖത്ത് മുഴുവൻ കുഴപ്പങ്ങൾ കാണാനുണ്ട്. അപ്പൊ അച്ഛൻ പിടിച്ചു. അത് സത്യത്തില് ധ്യാനും അങ്ങനെ ആയിരുന്നോ? വ്യക്തമായി പറയത്. ഓ, വന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനേട്ടൻ ഓക്കെ പറഞ്ഞു ധ്യാന്റെ അടുത്ത്? നമ്മള് ട്രിവാൻഡ്രത്ത് അവരുടെ വീട്. അതെ, അറിയാം. അപ്പൊ അവിടെ വീട്ടിൽ പോവുക ചെയ്ത്. പോയി ചെന്ന് പെണ്ണ് ചോദിച്ചു. നമ്മൾ ഞാനും ധ്യാനേട്ടനും ധ്യാനേട്ടനും ഒരുമിച്ചിട്ട് അവരെ വീട്ടിൽ പോയി. അപ്പോൾ കണ്ടിട്ടെല്ലാം ചോദിച്ചു. അതിലും മുന്നേ നമ്മൾ അറിയും, ഞാനും കുറെ മുന്നേ അറിയും. ധ്യാനേട്ടൻ അത് കഴിഞ്ഞിട്ട് ധ്യാനേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. ശ്രീനേട്ടൻ ചേച്ചിനെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ പിന്നെ കുറച്ചു കാലം ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. അതായത് കതിരൂർന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വടക്കൻ പാട്ടിലൊക്കെ കേട്ട് കാണും. കതിരൂർ ഗുരുക്കൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ട്യൂട്ടോറിയൽ കോളേജ് കോളേജുണ്ട്. അവിടെ പഠിപ്പിക്കാൻ പോയി. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ. വരുന്നതിന് മുമ്പോ? അതെ, 45 രൂപ മാസ ശമ്പളം. 45 രൂപയോ? അതെ. അയ്യോ, അത് എനിക്ക് സിനിമ കാണാൻ പൈസ വേണ്ടേ, അത് വേണം. അതിനു വേണ്ടി മാത്രം പോയത്. സിനിമ കാണാൻ വേണ്ടി മാത്രം 45 രൂപ ശമ്പളത്തിന് പഠിപ്പിക്കാൻ പോയി. അപ്പൊ സിനിമയോടുള്ള ഇഷ്ടം എന്തോരായിരുന്നു ആലോചിച്ചു. സിനിമ കാണാൻ വേണ്ടിയത്. അപ്പൊ പഠിപ്പിക്കാൻ പോയപ്പോ ബാക്കി പറഞ്ഞില്ല. പഠിപ്പിക്കാൻ പോകുന്ന വഴിക്കാണ് കാണുന്നത്, പരിചയപ്പെടുന്നതൊക്കെ. പഠിക്കുന്ന കുട്ടിയായിരുന്നോ? പോകുന്ന വഴി കാണുന്നോ? പോകുന്ന വഴിയിൽ. ഞാൻ കോളേജിൽ പഠിക്കായിരുന്നല്ലോ. അതെ. ഓക്കേ. അപ്പൊ വീട്ടിൽ പോയി ചോദിച്ചോ ആ പെൺകുട്ടിയെ? ഇല്ല ഇല്ല. പിന്നെ അടിച്ചോണ്ട് പോന്നോ? വീട്ടിലൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ ചേച്ചിനെ എങ്ങനെ വിളിച്ചോണ്ടെങ്കി പോന്നോ പോവാന്നും പറഞ്ഞ്? ചേച്ചി എങ്ങനെയായിരുന്നു ലവ്? അല്ല, അത് ധ്യാനേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞു, അത്ര തന്നെ. പിന്നെ രജിസ്റ്റർ ആയിരുന്നു കല്യാണം. ശ്രീനേട്ടന് ഇഷ്ടമാണ് എന്നുള്ളത്. ലാലേട്ടൻ ഇപ്പൊ ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയില്ലേ? വിളിച്ചോ ശ്രീനേട്ടൻ? കൺഗ്രാറ്റുലേറ്റ് ചെയ്തോ? അതെ. ലാസ്റ്റ് ഇപ്പം ഹൃദയപൂർവ്വം എന്ന സിനിമ കണ്ടോ? ഷൂട്ടിംഗ് സിനിമ കാണാൻ പറ്റില്ല, ഞാൻ ഹോസ്പിറ്റലിൽ ആ സമയത്ത്. ഓക്കെ. പക്ഷെ ഇവിടെ സത്യന്റെ ഷൂട്ടിങ് ലൊക്കേഷനിൽ പോയോ? ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു. അപ്പൊ മോഹൻലാലിനെയും പിന്നെ സത്യനെ എല്ലാരെയും കാണാൻ പറ്റി. അതെ, എത്ര ഫിലിംസാ ചെയ്തല്ലേ ചേച്ചി? അതെ, ഒരു നല്ല കോംപോയാ അത്. തീർച്ചയായിട്ടും.
അതെ, ശ്രീനേട്ടന് ഇപ്പൊ വേണ്ടെന്നറിയാം. ശ്രീനേട്ടന് അസുഖമൊന്നും ഇല്ല. ശ്രീനേട്ടൻ ബാക്ക് ശ്രീനേട്ടനാന്നുള്ള ഫുൾ ഫ്ലഡ്ജിൽ അങ്ങ് ശ്രീനേട്ടൻ ഇറങ്ങിയാൽ മതി. ഞങ്ങള് പ്രേക്ഷകരൊക്കെ ഫുൾ സപ്പോർട്ടാ ശ്രീനേട്ട. എപ്പോഴെങ്കിലും ചേച്ചി തിരിച്ച് ശ്രീനേട്ടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ തിരിച്ച് സ്ക്രിപ്റ്റ് എഴുതണം എന്നോ അല്ലെങ്കിൽ ഫിലിം ചെയ്യണം എന്നൊക്കെ? ഇഷ്ടമാണോ? ഓരോരാളെ ഡിസ്കഷന് വരും, കഥ ഡിസ്കഷന്. അന്നേരം അവരുമായിട്ട് ചേട്ടൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയും. അല്ല, ഇപ്പൊ അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം ഉണ്ടോ? ശ്രീനേട്ടൻ ശ്രമിക്കാറുണ്ടോ? ചെയ്യോ ശ്രീനേട്ട ഞങ്ങക്ക് വേണ്ടിട്ട്? എന്നെ കൊണ്ട് സാധിക്കും. ശ്രീനേട്ടന് സാധിക്കും. എന്താ അറിയോ, ഇന്ന് ശ്രീനേട്ടന്റെ ഫേവറേറ്റ് ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ ശ്രീനേട്ടന് ഭയങ്കര എനർജി വരും. അപ്പൊ ശ്രീനേട്ടന് ചെയ്യാൻ പറ്റും. കഴിക്കാൻ ഒരു സ്പെഷ്യലാണ്. അതെന്ത് ഭക്ഷണമല്ല, സ്പെഷ്യൽ ഭക്ഷണമാണ്. കഴിക്കാം. നമുക്ക് അങ്ങനെ ഡൈനിങ്ങിലേക്ക് പോയാലോ? വരണം. ശ്രീനേട്ടാ, ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ധ്യാൻ ഭയങ്കര വലിയ ബിരിയാണി ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു. മാത്രമല്ല പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് അറിയാം ധ്യാൻ ഭയങ്കര ഉഗ്രം ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. അത്രയും വരികയല്ല, പക്ഷെ എന്നാലും അവൻ ബിരിയാണി നന്നായി കഴിക്കുന്ന എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ? അതായത് അവന്റെ ബിരിയാണി കഴിക്കലിനെ പറ്റി ഞാൻ പറയാം. തലശ്ശേരി ബിരിയാണിയുടെ ഒരു കേന്ദ്രമാണല്ലോ. അതെ. ചില ദിവസങ്ങളിൽ ഇവൻ തലശ്ശേരി ടൗണിൽ ചെന്നിറങ്ങും. അതിന്റെ ഒരു ഹോട്ടലിൽ കയറും, നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലില്. അവിടുന്ന് ഒരു ബിരിയാണി കഴിക്കും. കഴിച്ചിട്ട് പിന്നെ വേറൊരു ഹോട്ടലിലേക്ക് പോകും, അടുത്ത ബിരിയാണി കഴിക്കാൻ. ഒരു 3 ഹോട്ടലിൽ 3 ബിരിയാണി കഴിച്ചിട്ട് അവൻ അവസാനിപ്പിക്കും. അപ്പൊ ബിരിയാണി നല്ല ഒരു സ്ഥലത്തുനിന്ന് 3 കഴിക്കില്ല. അപ്പൊ ആളുകൾ കാണില്ല. മോശമല്ലേ? മുന്നത്തെ കാര്യം. അതെ, മുന്നത്തെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നല്ല കാര്യല്ലേ അത്? ഒരു ഹോട്ടലിൽ തന്നെ 3 പ്ലേറ്റ് മേടിക്കുമ്പോ അവര് ചിന്തിക്കില്ലേ മോശമല്ലേ? അതെ, എനിക്ക് അന്ന് തന്നെ അറിയാം നന്നായി കഴിക്കും. പക്ഷെ ധ്യാൻ നല്ല അസലായിട്ട് ബിരിയാണി ഉണ്ടാക്കുമല്ലോ. ആ ബിരിയാണി കഴിച്ചിട്ടില്ലേ? ധ്യാൻ ഉണ്ടാക്കുന്ന ബിരിയാണി മഞ്ജു വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഒരു ബിരിയാണി അവൻ ഉണ്ടാക്കിയില്ല. അവൻ എത്ര പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയത് ചേട്ടാ. നല്ല ബിരിയാണി ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ച് ചേട്ടനെ ആദ്യം കഴിപ്പിച്ചിട്ടാണ് അവൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനേട്ടാ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയതൊന്ന് തരട്ടെ? നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. അവിടെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടോ? ഞാൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത് അവിടെയാണ്. ആണാ? ആ ടേസ്റ്റ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയല്? അതില്ല കേട്ടോ. അതില്ലല്ലേ? ഇത് പിന്നെ എനിക്കറിയോ തലശ്ശേരി ബിരിയാണി എങ്ങനെയാണെന്ന്. പാരീസ് ഹോട്ടലില് ബിരിയാണിയുടെ ഓർമ്മകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോയിട്ടില്ല. അലി എന്ന് പറഞ്ഞിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന പാരീസ് ഹോട്ടൽ. ഇത് നല്ല ബിരിയാണി. അതാ നല്ലത്, വെജ് നല്ലത്. ചേച്ചി സാലഡ് വെക്കട്ടെ? ഇത് നല്ല ബിരിയാണിയല്ലോ. അതാ നല്ലത്. പാരീസിന്റെ ബിരിയാണിയോളോ ഇല്ല, പക്ഷെ എന്നാൽ ഇതിന് സ്വാദുണ്ടോ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അപ്പൊ പ്രേക്ഷകർ മനസ്സിലായല്ലോ, അത് കുഴപ്പമില്ലാന്നേ ഉള്ളൂ. പക്ഷെ ശ്രീനേട്ടൻ ഉള്ളതുപോലെ പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സ്വാദ് വേറെയാണ്, പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്യും. ചേച്ചി നോ ഒന്നും പറഞ്ഞില്ല. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ ശ്രീനേട്ടാ?
ഇനിയിപ്പോൾ ശ്രീനേട്ടൻ ബിസി ആവണം കേട്ടോ. ശ്രീനേട്ട സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, പിന്നെ കറാട്ടെ പഠിക്കണം, ജിമ്മിലും പോണം, മറന്നുപോലെ. അപ്പൊ ഏട്ടന്റെ പടത്തിൽ ചെയ്യാലോ. അപ്പൊ ഞാൻ ഏട്ടനോടും പറഞ്ഞോളാം ശ്രീനേട്ടന്റെ കാര്യം. ഓക്കെ, അതില്ലാത്തൊരു സിനിമ തരാൻ പറയാ ചേട്ടാ. അതില്ലാത്തൊരു സിനിമ, അടിയും പിടിയും ഇല്ലാത്ത സിനിമ. അടിയും പിടിയൊന്നും ഇല്ലാത്ത. ഈ പ്രായത്തിൽ അടിയും പിടിയും പറ്റുമോ? പറ്റും. എന്തോന്ന് ചേച്ചി, ശ്രീനേട്ടന് പറ്റും. ശ്രീനേട്ടനൊന്നും നോ ഇല്ല ചേച്ചി. ശ്രീനേട്ടൻ്റെ ഒരു എന്താ പറയാ, ഇത് ഐഡന്റിറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഒരു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു അച്ഛനാണ്, ഒരു നല്ലൊരു ഗൃഹനാഥനാണ്. ചേച്ചിക്ക് ശ്രീനേട്ടന് ഏറ്റവും ബെസ്റ്റ് റോൾ ഏതായിരുന്നു ഇൻ ലൈഫ്? അത് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ അങ്ങനെയല്ലാണ്ട് പറ്റുമോ? എല്ലാവർക്കും 100% പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. പക്ഷെ എന്നാലും ദൈവം അനുഗ്രഹിച്ച തമ്പുരാന്റെ കൃപ കൊണ്ട് എല്ലാം നന്നായി, എല്ലാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. സത്യം പറഞ്ഞാൽ എനിക്കും പ്രേക്ഷകർക്കും ഒക്കെ ശ്രീനേട്ടൻ ബാക്ക് ടു ഫീൽഡ് വരാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ശ്രീനേട്ടൻ്റെ കൂടെ ഉണ്ടാവും. ഈ എന്താ പറയാ, എൻ്റെ ആനീസ് കിച്ചണിൽ വന്നത് തന്നെ എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ്. ശ്രീനേട്ട, താങ്ക് യു വെരി മച്ച് എൻ്റെ ആനീസ് കിച്ചണിൽ വന്നതിന്. ഓക്കെ ചേച്ചി, താങ്ക് യു വെരി മച്ച്. വന്ന് ഞങ്ങളോടൊപ്പം കുടുംബവിശേഷം പങ്കിട്ടു. ഞങ്ങളുടെ പ്രേക്ഷകർ എപ്പോഴും ചേച്ചിയും ചേട്ടൻ്റെയും ഫാമിലിയുടെ കൂടെയും ധ്യാൻ്റെ കൂടെ ആയാലും വിനീതിൻ്റെ കൂടെ ആയാലും എപ്പോഴും ഞങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച് ചേച്ചി. എൻ്റെ പ്രേക്ഷകർ കുറേ നാളുകൾക്ക് ശേഷമാണ് ശ്രീനേട്ടൻ്റെ വിശേഷങ്ങളും, ശ്രീനേട്ടനെ തന്നെ ഞാൻ ചില ഫംഗ്ഷൻസിനൊക്കെ അധികം കാണാറുള്ളൂ. ഇത്രയും നേരം വർത്തമാനം പറഞ്ഞത് ഇന്ന് ആദ്യമായിട്ടാണ്. നമുക്കിപ്പം ശ്രീനേട്ട കുടുംബത്തോടൊപ്പം എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം, നമ്മളോടൊപ്പം വന്നിരുന്ന് ഇത്രയും വിശേഷങ്ങൾ. പക്ഷേ എനിക്ക് ഇത്രയും ഒരു കൊച്ചു സമയമായപ്പോലും ഇല്ലേ, അത് ഭയങ്കര മനസ്സുകൊണ്ട് നിറഞ്ഞു. ആ അനുഗ്രഹവും സന്തോഷവും എപ്പോഴും എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെ കൂടെ ഉണ്ടാവട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ അതിഥികളുമായിട്ട് വീണ്ടും കാണാം. Till then, good night. Annie's Kitchen. Let's cook with love.